പ്രിയപ്പെട്ടവരെ, തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസം ബഹുമാന്യനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ഇതിൻ്റെ സ്ഥാപകൻ. തലശ്ശേരി പൈതൃക ടൂറിസത്തിൻ്റെ ഭാഗമായി നിരവധി പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിച്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഉയർത്തിയുമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളുടെ ഒരു പൈതൃക ഡെസ്റ്റിനേഷൻ ഈ പുണ്യത്തെ ഏവരക്കണ്ടം. ഇവിടെ വെച്ചാണ് തച്ചോളിയോധേനനും കതിരൂർ ഗുരുക്കളും അംഗം വെട്ടി തച്ചോളിയോധനൻ കൊല്ലപ്പെട്ട ഏവരക്കണ്ടത്ത് വെച്ച് എല്ലാ മലയാളത്തിലെ കുംഭമാസവും ഇത്തരത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കളരി എക്സിബിഷനും ഫോക്ക് ഫെസ്റ്റിവലും ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. ഓരോ വർഷവും ഇതിൻ്റെ പൊലിമ വർദ്ധിക്കുന്നു, ബഹുജന പങ്കാളിത്തം ഏറുന്നു. ഒപ്പം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഉറ്റുനോക്കുന്നൊരു ഫോക്ക് ഫെസ്റ്റിവലായി ഈ ഫോക്ക് ഫെസ്റ്റിവൽ പുണ്യതങ്കം മാറിയിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്. ലോകത്തെല്ലായിടത്തെയും മലയാളി ഉറ്റുനോക്കുന്നൊരു ഇവൻ്റാക്കി ഇത് മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. നേരത്തെ കതിരൂർ പഞ്ചായത്തും പാട്യം ഗോപാലൻ സ്മാരക വായനശാലയും ഒപ്പം കതിരൂർ ഫോക്ലോർ അക്കാഡമിയും സംയുക്തമായാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചത്. ഈ 3 പേരുടെയും സംയുക്തമായ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ഈ പുണ്യതങ്കം ഈ നിലയിലേക്ക് മാറിയത്. ഈ പുണ്യതങ്കത്ത് കളരി അക്കാദമി സ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സഹായത്തോടെ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ പണം വകയിരുത്തി ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി കതിരൂർ പഞ്ചായത്തിലെ ഓരോ വീട്ടിൽ നിന്നും ഞങ്ങൾ പണം സ്വരൂപിച്ചു. ഏതാണ്ട് 1 ഏക്കർ ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത വർഷത്തേക്ക് ഈ പുണ്യതങ്കത്തേക്ക് നിങ്ങൾ വരുമ്പം കളരി അക്കാദമി, പുണ്യതങ്കം കളരി അക്കാദമി ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും ഈ പുണ്യതങ്കം ലോകത്തെല്ലായിടത്തുള്ള മലയാളികൾക്ക് കാണിക്കാൻ, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രശസ്തമായ, സത്യം മാത്രം വിളിച്ചു പറയാൻ എപ്പോഴും തയ്യാറായ റിപ്പോർട്ടർ ചാനൽ ഞങ്ങളുമായി പാർട്ട്ണറായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളുടെ മീഡിയ പാർട്ട്ണറായി ഇന്ന് ഞങ്ങളുമായി സഹകരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് ഇന്ന് ഇവിടെ ഈ ലോകത്തെല്ലായിടത്തുള്ള മലയാളിക്ക് ഇന്നത്തെ ഇവൻ്റ് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത്. അതിന് ഇവിടുത്തെ MLA നിലയിൽ റിപ്പോർട്ടർ ചാനലിനുള്ള എല്ലാ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. പുണ്യതങ്കം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇതിലെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ഞങ്ങളുമായി സഹകരിച്ച എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി റിപ്പോർട്ടർ ചാനലിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.